കേരളത്തിൽ UDF അധികാരത്തിൽ വരികയാണ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ MLA-മാരുടെ പിന്തുണ ആർക്കായിരിക്കും എന്നുള്ളതാണ് കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. UDF തന്നെ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് കോൺഗ്രസ് ഒക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ഒരു തിരിച്ചടി UDF-ന് കിട്ടി, അത് നമുക്കറിയാം. കാരണം പോളിംഗ് പെർസെൻറ്റേജ് വലിയ കൂടുതലാണെന്നും അങ്ങനെ കൂടിയപ്പോൾ തന്നെ കണക്കൊന്നും ഇവർ നോക്കാത്തതുകൊണ്ട് കൂടുതലാണെന്നും അതുകൊണ്ട് തന്നെ ഞങ്ങളിത് ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന തോന്നലിലൊക്കെയാണ് അവരുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിംഗ് പെർസെൻറ്റേജ് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ തവണ വോട്ട് ചെയ്ത 2021 വോട്ട് ചെയ്തവരെക്കാൾ 1 ലക്ഷം വോട്ടുകൾ കുറവാണെന്നും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരെക്കാൾ യഥാർത്ഥത്തിൽ ഒരു 4 ലക്ഷത്തോളം വോട്ടുകൾ കുറവാണെന്നുമുള്ള തിരിച്ചറിവിലേക്ക് ഇപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് ഇപ്പോഴും ഒരു 3,36,000 വോട്ടുകൾ ഇനി കൂട്ടാനുണ്ട്. അപ്പോൾ പോലും വളരെ നാമമാത്രമായി വർധനവേ ഉണ്ടാവുള്ളൂ. അല്ലാതെ വലിയൊരു തരംഗത്തിൻ്റെ ലക്ഷണങ്ങളൊന്നും ഈ പോളിംഗ് പെർസെൻറ്റേജിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി ആളുകൾ വോട്ട് വേണമെങ്കിൽ മാറ്റി ചെയ്യാൻ തീരുമാനിച്ചാൽ 2021 തന്നെ റിസൾട്ട് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ചെറിയ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ UDF അധികാരത്തിൽ വന്നാൽ MLA-മാരുടെ പിന്തുണ ആർക്കായിരിക്കും എന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്തെ DC പ്രസിഡൻ്റായിട്ടുള്ള മുഹമ്മദ് ഷിയാസ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ആ പ്രസ്താവന എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സീറ്റ് മേടിച്ചു കൊടുത്തിട്ടുള്ള നമ്മുടെ VD സതീശനോട് വളരെ സ്നേഹവും ഈ പറയുന്ന പോലെ വലിയ തരത്തിലുള്ള ഒരു വിധേയത്വവും കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി എറണാകുളത്ത് നിന്നായിരിക്കണം എന്നുള്ളതാണ്. മുഖ്യമന്ത്രി എറണാകുളത്ത് നിന്നായിരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ആരും ടെൻഷൻ അടിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ഇനി ഷിയാസ് കൊച്ചിയിൽ നിന്ന് ജയിക്കുമെന്നും ജയിക്കാനുള്ള സാധ്യത തന്നെ കുറവാണ്, ജയിക്കുമെന്നും അങ്ങനെ ജയിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമെന്നും അല്ല ഇദ്ദേഹം വിചാരിച്ചത്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബോസായിട്ടുള്ള VD സതീശൻ മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ്. പക്ഷേ ഇത് വന്ന ഉടനെ തന്നെ ആലപ്പുഴയിൽ നിന്ന് M. ലിജു ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. മറ്റു പല നേതാക്കളുമൊക്കെ തന്നെ പ്രതികരിച്ചു. ഇതിന് തൊട്ടു മുമ്പ് K. സുധാകരന് പിന്നെ ലൈസൻസ് ഉള്ള ഒരാളാണ്. ഈ പറയുന്ന പോലെ നമ്മുടെ മുഹമ്മദ് ഷിയാസിനെ പോലെയല്ല, മുഹമ്മദ് ഷിയാസിനെ ഇത് മാറ്റി പറയേണ്ടി വന്നു. പക്ഷേ K. സുധാകരൻ നേരത്തെ തന്നെ പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെയായിരിക്കും നിങ്ങൾ പിന്തുണക്കുക എന്ന് ചോദിച്ചാൽ അത് രമേശ് ചെന്നിത്തലയായിരിക്കും എന്നുള്ളതാണ്. എന്താണെങ്കിലും ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം വന്നു, തൽക്കാലം ഇപ്പോൾ ഇതിനെക്കുറിച്ച് വാതുറക്കരുത് എന്ന് പറഞ്ഞു. കൂടാതെ ശശി തരൂരാണ് വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞത്. ശശി തരൂർ പറഞ്ഞത് വീട് കെട്ടിയിട്ടല്ലേ നമ്മൾ ഫർണിച്ചർ നോക്കേണ്ട ആവശ്യമുള്ളൂ, അതുകൊണ്ട് വീട് കെട്ടുമോ ഇല്ലെന്ന് നോക്കട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അത്ര ഉറപ്പില്ല. അദ്ദേഹം വിചാരിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഈ ഭരണം തുറക്കാനാണ് സാധ്യത, അല്ലാതെ ജയിക്കുമോ എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനില്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എങ്കിൽ പോലും നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതായത് ഭരണത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്ന് ചോദിച്ചാൽ ഒരു 90 സീറ്റുകൾ, 85-ന് മുകളിൽ 90 സീറ്റുകൾ, 95 സീറ്റുകളിലേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് VD സതീശൻ തന്നെ ഒരു നാച്ചുറൽ ചോയ്സായി വരാനാണ് സാധ്യത. അതല്ല ഒരു 70-75 സീറ്റുകളിലേക്കാണ് കോൺഗ്രസ് ഒതുക്കപ്പെടുന്നതെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും അവിടെ സംഭവിക്കാനിരിക്കുക. കാരണം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന ഒരു കാര്യം KC ഗ്രൂപ്പിൻ്റെ ഒപ്പം യഥാർത്ഥത്തിൽ K. സുധാകരൻ കൂടി ചേർന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയും അതുപോലെ VD സതീശനും തമ്മിലുള്ള ഒരു ക്ലെയിം രണ്ടുപേരും തന്നെ ഉന്നയിക്കാൻ സാധ്യതകളുണ്ട്. അങ്ങനെ ഉന്നയിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ മഹാഭൂരിപക്ഷവും നിർത്തിക്കണം. ഏതാണ്ട് 90ഓളം സീറ്റുകളിലേക്ക് കോൺഗ്രസ് മത്സരിച്ചിട്ടുണ്ട്. ആ മത്സരിച്ചിട്ടുള്ളതിൽ 20ഓളം സ്ഥാനാർത്ഥികൾ മാത്രമേ VD സതീശൻ്റേതായിട്ടുള്ളൂ. അതിലൊന്നാണ് മുഹമ്മദ് ഷിയാസ് അടക്കം. കൂടാതെ ഏതാണ്ട് ഒരു 5-6 പേർ അടൂർ പ്രകാശിൻ്റെ സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. പിന്നെ K. സുധാകരൻ പറഞ്ഞ ആർക്കും തന്നെ കൊടുത്തിട്ടില്ല. പക്ഷേ ഒരാൾക്കോ രണ്ടാൾക്കോ പേരിന് എന്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ K. സുധാകരൻ്റെ ആളല്ല, യഥാർത്ഥത്തിൽ KC വേണുഗോപാലിൻ്റെ ആളുകളാണ്. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകളും ഏതാണ്ട് ഒരു 60ഓളം പേരും യഥാർത്ഥത്തിൽ 50-ലധികം ആളുകളും KC വേണുഗോപാലിന് താല്പര്യമുള്ള, അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്കാണ് സീറ്റുകൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ സീറ്റുകൾ കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല. കാരണം അതിൽ എത്ര പേർ ജയിച്ചു വരും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ജയിച്ചു വരുന്നതിൻ്റെ നമ്പർ കൂടുതൽ പേരും KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നതാണെങ്കിൽ ഒരു സംശയവും വേണ്ട, KC വേണുഗോപാൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ ഇട്ടെറിഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് വരികയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്ന കാലം വിദൂരമല്ല. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഉള്ളൊരു സീറ്റിൻ്റെ കാര്യമാണ് സംഭവിക്കുന്നതെങ്കിൽ. അതെല്ലാം 100-ലധികം സീറ്റാണ്, 90-ലധികം സീറ്റൊക്കെ ആണെങ്കിൽ മിക്കവാറും VD സതീശൻ തന്നെ വന്നേക്കും. അപ്പോൾ ഇത്തരം ഒരു കാര്യമാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത്. ഇത് കേൾക്കുന്ന പലർക്കും തോന്നും അദ്ദേഹം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അല്ലേ, ആ പോസ്റ്റൊക്കെ ഇട്ടിട്ട് പോരുമെന്ന് തോന്നും. കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം ഇതൊന്നും കൊണ്ട് വലിയ കാര്യമില്ലെന്നുള്ളത്. കാരണം നിങ്ങളൊക്കെ ഓർക്കണുണ്ടാവും, രാജസ്ഥാനിലെ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടിനോട് ആ പാർട്ടിയുടെ ഏറ്റവും വലിയ സ്ഥാനം, അതായത് അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്ത പണി എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ സ്വന്തം MLA-മാരെ കൊണ്ട് ഞങ്ങൾ 90ഓളം പേര് ഇവിടെ രാജിവെക്കും അശോക് ഗെഹ്ലോട്ട് പോവുകയാണെങ്കിൽ എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുകയും പിന്നെ ഹൈക്കമാൻഡ് തൽക്കാലം താങ്കളെ AICC പ്രസിഡന്റ് ആകേണ്ട, പോയിട്ട് അവിടെ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്നോളൂ എന്ന് പറയുകയും ചെയ്താണ് KC
വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അയാൾ കേരളത്തിൽ നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ പോസ്റ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ വലിയ പോസ്റ്റ് അത് തന്നെയാണ്. വലിയ സ്വാധീനം അദ്ദേഹത്തിനുണ്ടാവും. ഇനി അതല്ല വി ഡി സതീശനോ മറ്റാരെങ്കിലും ആണെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അവർ പിടിപെടുക്കുകയും പിന്നീട് കെ സി വേണുഗോപാലിന് തിരിച്ചെത്താൻ കഴിയാതിരിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കെ സിക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞ് സാധ്യതകളുള്ളൂ എന്നറിയാം. എന്ന് പറഞ്ഞാൽ ഇപ്പം ആരെങ്കിലും ഭരിക്കാൻ കയറി, UDF അധികാരത്തിൽ ഒന്ന് ഭരിക്കാൻ കയറിയെങ്കിൽ 5 കൊല്ലം കൊണ്ട് ഭരണം മാറും, ഉറപ്പായിട്ടും അടുത്ത തവണ LDF വരും. പിന്നെ അതിൻ്റെയും അടുത്ത തവണ 10 കൊല്ലം കഴിഞ്ഞിട്ട് മാത്രമേ ഒരു സാധ്യതയുള്ളൂ. അപ്പോൾ 10 കൊല്ലമൊക്കെ അദ്ദേഹത്തെ പോലൊരാൾ വെയിറ്റ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രണ്ടാമത്തത്, ഇതിനുള്ള ചില സിംറ്റംസ് അദ്ദേഹം തന്നെ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. ആ സിംറ്റംസ് കാണിച്ചു തന്നത് ഒരാവശ്യവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ചെയ്യാത്ത PR പണികൾ ഈ കേരളത്തിൻ്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് ചെയ്തിരുന്നു എന്നുള്ളത് നിങ്ങളാരും മറന്നു പോകരുത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീക്കാരോടൊപ്പം അദ്ദേഹം എന്ത് ചെയ്തു, വെള്ളമുണ്ടെടുത്തിട്ട് പോലും നിലത്തിരിക്കുന്ന ഒരു ഐഡിയ നമ്മൾ കണ്ടു. ആ കുടുംബശ്രീക്ക് ജോലിക്ക് പോണവർ പോലും വെള്ളമുണ്ടാണ് കൊടുത്തിരുന്നെങ്കിൽ താഴ്ത്തിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മഹാമനസ്കത പ്രകടിപ്പിക്കുന്ന ഒരു വാചകം കൂടി കേട്ടു. നിങ്ങളൊക്കെ കസേരയിലാണ് ഇരിക്കുന്നത്, പിന്നെ ഞാൻ മാത്രമായിട്ട് എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് വെള്ളമുണ്ടെടുത്ത് തന്നെ അദ്ദേഹം താഴെ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. അവരോടൊപ്പം ഇരുന്ന് കപ്പ കഴിക്കുന്നത് നമ്മൾ കണ്ടു. അവർക്ക് കേക്ക് മേടിച്ചു കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഇത്തരത്തിലുള്ള PR വർക്കുകൾ നിങ്ങൾ മറന്നുപോകരുത്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹം സ്വിഗ്ഗിയുടെ സൊമാറ്റോയുടെ ഒരാളുടെ പുറകിൽ കയറിയിരുന്ന് അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു റീല് കണ്ടു. ഇതെല്ലാം ദുരന്തമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതൊക്കെ ഒരു തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഒരു വെറും പ്രകടനമാണ്, നാടകമാണെന്നൊക്കെ ആളുകൾക്ക് മനസ്സിലായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തത്, ഒരു വീട്ടിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുന്നു, അടുക്കളയിലേക്ക് കയറി ചെല്ലുന്നു, എന്നിട്ട് വിലക്കയറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നു. കൂടാതെ അവിടെ നിന്നുള്ള കലത്തിലൊക്കെ കൈയിട്ട് എന്ത് ചെയ്യുന്നു, ഉപ്പ് നോക്കുന്നു എന്ന് പറയുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടു. നമ്മുടെയൊക്കെ വീടുകളിൽ അത്രമാത്രം ക്ലോസ് ആയിട്ടുള്ള ഒരാൾ പോലും വന്ന് അടുക്കളയിൽ കയറിയാൽ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള പല നമ്പറുകളും ഗിമ്മിക്കുകളും പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഷൂട്ടുകളും ഒക്കെ നമ്മൾ കണ്ടു. ഇതെല്ലാം കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ പോലും ചെയ്തില്ല. പിന്നെ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ചെയ്തത്, ഇത്തരത്തിലുള്ള ഒരു ഇമേജ് ബിൽഡിംഗ് നടത്തിയത് എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളൊന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്ന ഒരൊറ്റ കാര്യമാണ്. ആ കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ ആളുകളെ എന്ത് ചെയ്യാനായിട്ട് ഒരു വലിയ ഇമേജ് ബിൽഡ് ചെയ്യുകയും കേരളത്തിൽ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു അതിനകത്ത് എന്നുള്ളത് നമ്മൾ മറന്നു പോരുത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി കെ സി വേണുഗോപാലിൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം വന്ന് മുഖ്യമന്ത്രിയായാലും അത്ഭുതപ്പെടാനില്ല. അതൊരു 75-നും 80 സീറ്റുകൾക്കും ഇടക്കാണെങ്കിലും, അല്ലെങ്കിൽ 70-നും 80-നും ഇടക്കാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു സംഭവം കൂടി ഉണ്ടായേക്കാം. അതിന് അദ്ദേഹം ഒരു മുന്നൊരുക്കവും കൂടി നടത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെതാണ് കൂടുതൽ സ്ഥാനാർത്ഥികൾ. ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ആ പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം ഉണ്ടാകുന്നതും കെ സി വേണുഗോപാലിനായിരിക്കും. അതല്ല വലിയ തോതിലുള്ള വിജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ അത്തരത്തിലുള്ള അറ്റംപ്റ്റിന് അദ്ദേഹം മുതിരാനും സാധ്യതകളില്ല.